ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ ഒന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ ബ്രേക്ക് നല്ല ബ്രേക്ക് ഷൂ അത് അടുത്തതിന് സർവീസിനങ്ങാനായിട്ട് മാറ്റിയതാണ് തോന്നുന്നു. അപ്പോൾ ബാക്കിൽ ബ്രേക്ക് ഷൂ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്ക് കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളാണ് ഇവിടെ ഔട്ടർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബാക്കിലെ ബ്രേക്കിൻ്റെ ഈ കേബിളൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് ക്ലച്ച് വണ്ടി സ്റ്റാർട്ടിങ്ങിന് എടുക്കുമ്പോൾ വണ്ടി റൈറ്റിലേക്ക് ലെഫ്റ്റൊക്കെ തിരിച്ചെടുക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ കാണിച്ചിരുന്നു. അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലച്ച് ഔട്ടറിൻ്റെ കംപ്ലയിൻ്റാണ്. ഈ ക്ലച്ച് ഔട്ടറുണ്ടോ ഇത് കറക്റ്റായിട്ട് ക്ലച്ച് ഷൂട് നമുക്കത് പിടിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലച്ച് ഔട്ടർ നമുക്ക് ലേറ്റ് കയറ്റിയിട്ടൊന്ന് പോളിഷ് ചെയ്യേണ്ടി വരും. പോളിഷ് ചെയ്ത് റീസെറ്റ് ആക്കേണ്ടി വരും. എന്നാൽ അത് ക്ലിയർ ആയിട്ടിടാം. ബാക്കിയൊന്ന് ഫുള്ളായിട്ടൊന്ന് നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി. എന്തായാലും നമ്മൾ ഈ ക്ലച്ച് പുള്ളിയൊക്കെ കഴിഞ്ഞ സർവീസിന് മാറ്റിയതാണ്. ഈ ക്ലച്ച് പുള്ളിയൊക്കെ പുതിയതാണ് കിടക്കുന്നത്. കഴിഞ്ഞ സർവീസിന് നമ്മളത് മാറ്റി റീസെറ്റ് ആക്കിയതാണ്. അതിനൊന്നും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ക്ലച്ച് ഷൂ ഈ ഡ്രമ്മ് ക്ലച്ച് ഷൂല് പിടിക്കാത്ത ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കയ്യോടെ നമുക്കതൊന്ന് ലേറ്റ് കയറ്റിയിട്ടത് പോളിഷ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ഇത്തവണത്തെയും കൂടി നമുക്കത് ക്ലീൻ ചെയ്തിടാം. അടുത്ത സർവീസിന് കൂടുതൽ പ്രോബ്ലം കാണിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളഞ്ഞാൽ മതി. ഇതിൽ പ്ലഗ് ആയാലും നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ ചോക്കിൻ്റെ ഒരു കേബിളിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് ഈ ചോക്ക് കേബിളൊന്ന് മാറ്റിയിട്ടുണ്ട് വരും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഔട്ടർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ചോക്കിൻ്റെ ഔട്ടർ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ ചോക്കിൻ്റെ കേബിളൊന്ന് മാറ്റേണ്ടി വരും. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ഷൂ ഫ്രണ്ട് ഡിസ്ക് പാഡൊന്നും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫുള്ളായിട്ട് നയിച്ച് ക്ലീൻ ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് മിണ്ട പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിലവിൽ സെൽഫ് വർക്കിംഗ് ആണ്. എന്നാൽ പോലും നമുക്ക് ബാറ്ററിക്ക് വല്ല ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.56 ലെവലിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കും. ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സർവീസിനും ഇതേ സ്റ്റാറ്റസ് ആവും പറഞ്ഞിട്ടുണ്ടാവുക. മാക്സിമം ഓടിക്കുക. മാക്സിമം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നവരെ ഓടിക്കുക. എന്നിട്ട് ബാറ്ററി മാറ്റി കളഞ്ഞാൽ മതി. ഓക്കെ. നിങ്ങളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലെവൽ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓയിൽ ചെക്ക് ചെയ്ത് പോകണം. അത്യാവശ്യം നല്ല രീതിയിൽ ലെവൽ കുറവുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലൊന്ന് മാറ്റിക്കളാം. അതിൻ്റെ ഈ സൈലൻസ് ഇല്ല. പ്രൊട്ടക്ട് മഫ്ലർ പോയും. അപ്പോൾ അതൊന്നും ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. പിന്നെ ഈ വൈസറിൻ്റെ ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് പൊട്ടി ഇരിക്കണം. അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് തൽക്കാലം കിടപ്പില്ലാത്ത രീതിയിൽ റീസെറ്റ് ആക്കാം. പിന്നെ അതിൻ്റെ സെൽഫിൻ്റെ സ്വിച്ചിനൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഹെഡ്ലൈറ്റ് ചെറിയ സ്വിച്ചിന് ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വിച്ചുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ബോഡി പാർട്സൊക്കെ കിട്ടുമെന്നുള്ളത് ചോദിച്ചിരുന്നു. അത് ഞാൻ ചോദിച്ചിട്ട് സ്പെയറിൽ ചോദിച്ചിട്ട് പറയാം. നോക്കിയിട്ട് അത് അതിൻ്റെ സ്റ്റാറ്റസ് പറയാം. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ വേറൊരു ഇത് പറയാം, നമ്മൾ പൊല്യൂഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തായിരുന്നു. പരിവാഹനത്തിൽ കയറിയിട്ട് പൊല്യൂഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തായിരുന്നു. പൊല്യൂഷൻ തീർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും സർവീസിന് കയറ്റിയതല്ല. അപ്പോൾ കയ്യോടെ നമുക്ക് അതിൻ്റെ പൊല്യൂഷനും കൂടി എടുത്തിട്ട് തരാം കേട്ടോ. എന്താ പറഞ്ഞാൽ ചില ഇതിലൊക്കെ കസ്റ്റമർ ഡയറക്റ്റ് ചെല്ലുമ്പോൾ പൊല്യൂഷൻ കിട്ടാറില്ല. അത് സർക്കാരിൻ്റെ ഒരു ഇതാണ്. അത് കിട്ടുന്നില്ല. അത് പൊല്യൂഷൻ്റെ അളവ് കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ട്യൂണിങ്ങിലൂടെ കാർബോട്ടൊക്കെ ഒന്ന് അയച്ച് ഉപയോഗിച്ച് ട്യൂണിങ്ങിലൂടെയൊക്കെയാണ് അതിപ്പോൾ ശരിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പൊല്യൂഷനും കൂടി ഒന്ന് എടുത്ത് റീസെറ്റ് ആക്കി തരാം. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.